ഹായ് കൂട്ടുകാരെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ ട്രിക്ക് ഓഫ് കിച്ചു. കിച്ചു എന്ന് പറയുന്നത് ആരാണ്? ഒരു റാബിറ്റാണ്. ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു. മുകളിൽ എഴുതിയിട്ടുള്ളതാണ് വായിക്കുന്നത്. ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു, ദ ബ്രേവ് റാബിറ്റ്. കിച്ചു ആരാണ്? എ ബ്രേവ് റാബിറ്റ് ആണ്. നല്ല ബുദ്ധിയുള്ള ഒരു റാബിറ്റ് ആണ്. ഹൂസ് ഹീറോയിക് ആക്ഷൻസ് സേവ് ദ ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. കിച്ചുവിൻ്റെ ഹീറോയിക് ആയിട്ടുള്ള ആക്ഷൻസ്, പ്രവൃത്തികൾ സേവ് ദ ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ കൂട്ടുകാരുടെ ജീവിതം രക്ഷിച്ചു. കൂട്ടുകാരുടെ ജീവനുകൾ രക്ഷിച്ചു. അപ്പോൾ എന്താണ് ആ ബ്രേവ് ആക്ഷൻസ് എന്നുള്ളത് നമുക്ക് ഈ സ്റ്റോറി വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് read the story. Kichu the rabbit was a well-known vegetable merchant in the little market. Kichu the rabbit was a well-known vegetable merchant. കിച്ചു ആരാണ്? റാബിറ്റ് ആണെന്ന് നമുക്കറിയാം. കിച്ചു റാബിറ്റ് ഒരു വെജിറ്റബിൾ മെർച്ചൻ്റ് ആണ്, പച്ചക്കറി കച്ചവടക്കാരനാണ്. എവിടെ? ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. ലിറ്റിൽ മാർക്കറ്റിലെ ഒരു വെജിറ്റബിൾ മെർച്ചൻ്റ് ആണ് കിച്ചു. മെർച്ചൻ്റ് എന്നുള്ളത് നിങ്ങൾക്കൊരു പുതിയ വേർഡാണ്, സോ ആ വേർഡ് ശ്രദ്ധിക്കുക. ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്, കാബേജ്, പംകിൻ, ബിറ്റർ ഗോർഡ് ആൻഡ് സ്പിനാച്ച്. ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത്, അവൻ്റെ ഷോപ്പ് നിറഞ്ഞിട്ടുണ്ട്. വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൊണ്ട്. ഏതൊക്കെയാണ് വെജിറ്റബിൾസ്? ക്യാരറ്റ്, കാബേജ്, പംകിൻ, ബിറ്റർ ഗോർഡ് ആൻഡ് സ്പിനാച്ച്. ക്യാരറ്റ് ഉണ്ട്, കാബേജ് ഉണ്ട്, പംകിൻ എന്ന് പറഞ്ഞാൽ മത്തൻ, ബിറ്റർ ഗോർഡ് കയ്പ അല്ലെങ്കിൽ പാവയ്ക്ക, ആൻഡ് സ്പിനാച്ച് ചീര. സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ചീര എന്നാണ് മീനിങ്. വൺ ഡേ ചിന്നു എ ലിറ്റിൽ ഗേൾ. ഒരു ദിവസം ചിന്നു, ദിസ് ഈസ് ചിന്നു, എ ലിറ്റിൽ ഗേൾ, ചിന്നു ഒരു ചെറിയ പെൺകുട്ടിയാണ്. കെയിം ടു ഹിസ് ഷോപ്പ് ടു ബൈ സം വെജിറ്റബിൾസ്. കിച്ചുവിൻ്റെ ഷോപ്പിലേക്ക് വന്നു. കെയിം എന്ന് പറഞ്ഞാൽ വന്നു. എന്തിനാ വന്നത്? ടു ബൈ സം വെജിറ്റബിൾസ്, കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടി. ഹി നോട്ടീസ്ഡ് ചിന്നു ഹോൾഡിങ് സംതിങ്. ഹി കുഡിൻറ്റ് മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. ഹി നോട്ടീസ്ഡ്, അവൻ ശ്രദ്ധിച്ചു. ചിന്നു ഹോൾഡിങ് സംതിങ്, ചിന്നു എന്തോ കയ്യിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചു. ഹി കുഡിൻറ്റ് മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്, പക്ഷേ അതെന്താണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മേക്ക് ഔട്ട് മീൻസ് മനസ്സിലാക്കുക. കുഡിൻറ്റ് കഴിഞ്ഞില്ല. ഓ മൈ ഫ്രണ്ട് കിച്ചു, മൈ ഫാദർ ഡസൻറ്റ് ഹാവ് എനി മണി വിത്ത് ഹിം. അപ്പോൾ ചിന്നു പറയാ, ഓ മൈ ഫ്രണ്ട് കിച്ചു, എൻ്റെ കൂട്ടുകാരാ കിച്ചു, മൈ ഫാദർ ഡസൻറ്റ് ഹാവ് എനി മണി വിത്ത് ഹിം, എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ മണി ഇല്ല, പൈസ ഇല്ല. ബട്ട് ഹി വാണ്ട് സം വെജിറ്റബിൾസ്, പക്ഷേ വി വാണ്ട് സം വെജിറ്റബിൾസ്, ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം, പക്ഷേ കയ്യിലെന്തില്ല? പൈസ ഇല്ല. പ്ലീസ് കീപ് ദിസ് മിറർ വിത്ത് യു. നീ എൻ്റെ കയ്യിലുള്ള ഈ മിറർ നിൻ്റെ കയ്യിൽ വെച്ചോളൂ. ആൻഡ് ഗിവ് മീ സം പംകിൻസ്, ക്യാരറ്റ്സ് ആൻഡ് ബീൻസ്. എന്നിട്ട് എനിക്ക് കുറച്ച് പംകിൻസും ക്യാരറ്റ്സും ബീൻസും തരൂ. പംകിൻ എന്ന് പറഞ്ഞാൽ മത്തൻ, ക്യാരറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ബീൻസും നമുക്കറിയാം അല്ലേ, ഒരു തരം പയറാണ്. വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി, എൻ്റെ ഫാദറിന് പൈസ കിട്ടുമ്പോൾ ഐ വിൽ പേ യു, ഞാൻ നിനക്ക് തരാം. ആൻഡ് ടേക്ക് ദ മിറർ ബാക്ക്, അപ്പോൾ ഞാൻ ഈ മിറർ ഞാൻ തിരിച്ചെടുത്തോളാം. ഓക്കെ, അത് നമ്മുടെ റാബിറ്റിനോട് ഈ പറഞ്ഞത് ഓക്കെ ആണോ എന്ന് ചിന്നു ചോദിക്കുകയാണ്. ചിന്നു സെഡ്. കിച്ചു ടുക്ക് ദ മിറർ ഫ്രം ഹർ ആൻഡ് കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ എ കോർണർ ഓഫ് ദി ഷോപ്പ്. കിച്ചു വളരെ ശ്രദ്ധയോടെ കെയർഫുള്ളായിട്ട് ആ മിറർ ചിന്നുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ഷോപ്പിൻ്റെ ഒരു കോർണറിൽ, ഒരു മൂലയിൽ പ്ലേസ്ഡ് വെച്ചു. ഹി ഗേവ് ഹർ ഓൾ ദ വെജിറ്റബിൾസ് ഷീ വാണ്ടഡ്. എന്നിട്ട് ചിന്നുവിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം അവൾക്ക് കൊടുത്തു. ചിന്നു വെൻറ്റ് ബാക്ക് ഹോം ഹാപ്പിലി. ചിന്നു സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. കിച്ചു ടുക്ക് ഔട്ട് ദ മിറർ ആൻഡ് ലുക്ക്ഡ്. കിച്ചു എന്ത് ചെയ്തു? ആ മിറർ പുറത്തെടുത്തിട്ട് അതിലേക്ക് നോക്കി. ഹേയ് വാട്ട് ഈസ് ദിസ്?
ഇതെന്താണ്? ഹൂ ഈസ് ദിസ് ഇൻ ദ മിറർ? ഈ മിററിലുള്ളത് ആരാണ്? ഹി വാസ് പ്ലീസ്ഡ് ടു സീ ഹിസ് ഓൺ ഇമേജ് ഇൻ ദ മിറർ. കിച്ചു അവൻ്റെ തന്നെ ഇമേജ്, പ്രതിരൂപം കണ്ണാടിയിൽ കണ്ടിട്ട് അവൻ പ്ലീസ്ഡ്, സന്തോഷിച്ചു. ഐ എം സോ ഹാൻസം. ഞാൻ എങ്ങനെയാണ്? ഞാൻ വളരെ ഹാൻസമാണ്, നല്ല ഭംഗിയുള്ളവനാണ്, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹി വണ്ടേർഡ്. അവൻ അത്ഭുതപ്പെട്ടു. അവൻ്റെ തന്നെ രൂപം കണ്ണാടിയിൽ കണ്ടിട്ട് എന്തു ഭംഗിയാണ് എന്നെ കാണാൻ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ടു. ഹി സ്റ്റാർട്ടഡ് ഡാൻസിങ് വിത്ത് ജോയ്. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. ഡാൻസിങ് വിത്ത് ജോയ്. ഫ്രം ദെൻ ഓൺ എവ്രി മോർണിംഗ്, അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ ഹി വുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ ഹിസ് ഫേസ്. എന്നും അവൻ എന്ത് ചെയ്യും? ബ്രഷ് ചെയ്യും, അവൻ്റെ മുഖം ക്ലീൻ ചെയ്യും. ലുക്കിംഗ് ഇൻ ദ മിറർ, കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് അവൻ ബ്രഷ് ചെയ്യും, മുഖം വാഷ് ചെയ്യും, എല്ലാം ചെയ്യാൻ തുടങ്ങി. ഡേയ്സ് പാസ്ഡ്. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കുങ്കൻ വൂൾഫ്, ഇനി അടുത്ത ആൾ വരാൻ പോകുന്നത് കുങ്കൻ വൂൾഫ്, സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. കുങ്കൻ വൂൾഫ് ലിറ്റിൽ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ വരാൻ തുടങ്ങി. ഹി അറ്റാക്ക്ഡ് ഓൾ ദി ആനിമൽസ് ഇൻ ദി മാർക്കറ്റ്. ഹി അറ്റാക്ക്ഡ്, അവൻ ആക്രമിച്ചു. ഓൾ ദി ആനിമൽസ് ഇൻ ദി മാർക്കറ്റ്, ആ മാർക്കറ്റിലുള്ള എല്ലാ ആനിമൽസിനെയും കുങ്കൻ വൂൾഫിൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? ഹീസ് എ ക്രൂവൽ വൂൾഫ്. വൂൾഫ് എന്ന് പറഞ്ഞാൽ ചെന്നായ. ഒരു ക്രൂവലാണെന്ന്, ക്രൂരനാണ് എന്ന് അവൻ്റെ മുഖത്ത് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഹി അറ്റാക്ക്ഡ് ഓൾ ദി ആനിമൽസ് ഇൻ ദി മാർക്കറ്റ്. ആ മാർക്കറ്റിലുള്ള എല്ലാ ആനിമൽസിനെയും കുങ്കൻ വൂൾഫ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. The deer, the rabbit, donkey and all other animals were terrified. Deer എന്ന് പറഞ്ഞാൽ മാൻ, റാബിറ്റ് നമുക്കറിയാം മുയലാണ്, ഡോങ്കി കഴുത, ആൻഡ് ഓൾ അതർ ആനിമൽസ് എല്ലാ മറ്റ് മൃഗങ്ങളെല്ലാവരും were terrified, പേടിച്ചു പോയി. How can they escape from his attack? അവരെങ്ങനെയാണ് കുങ്കൻ വൂൾഫിൻ്റെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുക? They started thinking. അവർ ചിന്തിക്കാൻ തുടങ്ങി. തിങ്കിങ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. But could not find a way out. പക്ഷേ ഒരു വഴിയും അവർക്ക് തെളിഞ്ഞു കിട്ടിയില്ല കുങ്കൻ വൂൾഫിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ. എല്ലാ ആനിമൽസും തലപുകഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. But couldn't find a way out. ഒരു വഴിയും അവർക്ക് കിട്ടിയില്ല. One day കുങ്കൻ വൂൾഫ് came to കിച്ചു റാബിറ്റ്സ് ഷോപ്പ്. അങ്ങനെ ഒരു ദിവസം കുങ്കൻ വൂൾഫ് എവിടെ എത്തി? കിച്ചു റാബിറ്റിന്റെ ഷോപ്പിലെത്തി. ഹേ കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. ഞാൻ നിന്നെ എന്ത് ചെയ്യും? ക്രഷ് യു, ഞാൻ നിന്നെ ഞെരുക്കും, അല്ലെങ്കിൽ ഞാൻ നിന്നെ പൊടിച്ചു കളയും. യു ആൻഡ് ഈറ്റ് യു അപ്പ്, എന്നിട്ട് നിന്നെ തിന്നും. ദ ആനിമൽസ് വർ ഫ്രൈറ്റൻഡ്. എല്ലാ ആനിമൽസും പേടിച്ചു. ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. എന്നിട്ട് ഒരുപാട് മൃഗങ്ങൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. സഡൻലി, പെട്ടെന്ന് കിച്ചു ഗോട്ട് ആൻ ഐഡിയ. കിച്ചുവിന് എന്ത് തോന്നി? ഒരു ഐഡിയ തോന്നി. മൈ ഫ്രണ്ട്, ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. എൻ്റെ അടുത്ത് നിൻ്റെ വേലകളൊന്നും നടക്കില്ല. എൻ്റെ അടുത്ത് നിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിൻ്റെ വേലകൾ, അതായത് നിൻ്റെ പുതിയ സൂത്രങ്ങളൊന്നും എൻ്റെ അടുത്ത് പയറ്റാൻ നോക്കണ്ട. ഇഫ് യു വാണ്ട് ടു ലിവ്, നിനക്ക് ജീവിക്കണമെങ്കിൽ ഗോ അവേ ഫ്രം ഹിയർ, ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ, ദൂരെ പോയിക്കോളൂ. വാട്ട് വിൽ യു ഡു? ദ വോൾഫ് ആസ്ഡ്. അപ്പോൾ വോൾഫ് നമ്മുടെ കിച്ചുവിൻ്റെ സംസാരം കേട്ടിട്ട് തിരിച്ചു ചോദിക്കുക, വാട്ട് വിൽ യു ഡു? നീ എന്ത് ചെയ്യും? നീ എന്നെ എന്ത് ചെയ്യും? ദ വോൾഫ് ആസ്ഡ്. വോൾഫ് ചോദിക്കുകയാണ്. ഐ കാൺ ഡു എനിത്തിങ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബട്ട് മൈ ഫ്രണ്ട് ജിഗ്ഗു, എൻ്റെ കൂട്ടുകാരൻ ജിഗ്ഗു ദ വൂൾഫ്, എൻ്റെ കൂട്ടുകാരനായ ജിഗ്ഗു ചെന്നായ ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. എൻ്റെ ഷോപ്പിൽ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്, ഒളിച്ചിരിക്കുന്നുണ്ട്. ഹീ വിൽ സ്മാഷ് യു ഇൻ ടു പീസസ്. അവൻ നിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കളയും. വുഡ് യു ലൈക്ക് ടു സീ ഹിം? നിനക്ക് അവനെ കാണണോ? എൻ്റെ ഫ്രണ്ടിനെ, നിനക്ക് എൻ്റെ ഫ്രണ്ട് ജിഗ്ഗുവിനെ കാണണോ? വുഡ് യു ലൈക്ക് ടു സീ ഹിം? കിച്ചു റാബിറ്റ് ആസ്ഡ്.
യെസ്, ഷോ മീ യുവർ ജിഗു. എനിക്ക് അപ്പോൾ നമ്മുടെ വൂൾഫ് പറയാണ്, കുങ്കൻ വൂൾഫ് പറയാണ്, യെസ് വേണം, എനിക്ക് കാണണം. ഷോ മീ യുവർ ജിഗു, നിന്റെ ജിഗുവിനെ കാണിച്ചു തരൂ. കുങ്കൻ വൂൾഫ് ഡിമാൻഡഡ്, കുങ്കൻ വൂൾഫ് ആവശ്യപ്പെട്ടു. കിച്ചു റാബിറ്റ് ടേൺഡ് ആൻഡ് പിക്ഡ് അപ്പ് ദ മിറർ. കിച്ചു റാബിറ്റ് എന്ത് ചെയ്തു? തിരിഞ്ഞു. കടയുടെ മൂലയിൽ എന്ത് വെച്ചിട്ടുണ്ട്? മിറർ വെച്ചിട്ടുണ്ട്. കിച്ചു റാബിറ്റ് ടേൺഡ്, തിരിഞ്ഞു, ആൻഡ് പിക്ഡ് അപ്പ് ദ മിറർ, എന്നിട്ട് മിറർ എടുത്തു. പിക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എടുത്തു, ഓക്കെ അല്ലേ? അപ്പോൾ മിറർ എടുത്തു. ഹി ബ്രോട്ട് ഇറ്റ് ടു ദ ഫേസ് ഓഫ് കുങ്കൻ വൂൾഫ്, എന്നിട്ട് കുങ്കൻ വൂൾഫിൻ്റെ ഫേസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ലുക്ക് ഹിയർ, ഇങ്ങോട്ട് നോക്കൂ. ഹി ഈസ് ജിഗു, കിച്ചു സെഡ്. ഇതാണ് ജിഗു. കിച്ചു കുങ്കനോട് പറയാണ്, ഹി ഈസ് ജിഗു. ഓ വാട്ട് എ ടെറിഫുൾ ഫെലോ ഹി ഈസ്. ഓ എത്ര പേടിപ്പെടുത്തുന്ന ഒരാളാണ് ഇവൻ. ഇഫ് ഹി കംസ് ഔട്ട് ഹി വിൽ ഫിനിഷ് മീ. ഇവന് പുറത്തേക്ക് വന്നാൽ എന്നെ ഇവൻ ഫിനിഷ് ചെയ്യും, എന്നെ ഇവൻ ഇല്ലാതാക്കും. സീയിങ് ഹിസ് ഓൺ ഇമേജ്, കുങ്കൻ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ റിയൽ ജിഗു വോൾഫ്. കുങ്കന് ഇതുവരെ മിറർ കുങ്കൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് മിററിൽ നോക്കുന്നതും തൻ്റെ ഫേസ് കാണുന്നതും ഫോർ ദി ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ കുങ്കൻ്റെ തന്നെ ഫേസ് കണ്ടിട്ട് കുങ്കൻ ആകെ പേടിച്ചു പോയി. ഓ ഇത്രയും ടെറിബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് കിച്ചുവിനുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വന്നാൽ എന്നെ തീർത്ത് കളയും എന്ന് പറഞ്ഞ് പേടിച്ചു പോയി. കുങ്കൻ തോട്ട് ദാറ്റ് വാസ് റിയൽ ജിഗു വൂൾഫ്. ഇത് ശരിക്കുള്ള ജിഗു വൂൾഫ് തന്നെയാണെന്ന് കുങ്കൻ വിചാരിച്ചു. കുങ്കൻ വൂൾഫ് റാൻ അവേ ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്. അവന് പറ്റുന്നത്ര സ്പീഡിൽ, വേഗത്തിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഹി നെവർ കെയിം ബാക്ക് എഗെയിൻ. അവൻ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് വന്നിട്ടില്ല. കിച്ചു ബിക്കെയിം എ റിയൽ ഹീറോ. കിച്ചു ആരായി മാറി? എ റിയൽ ഹീറോ ആയി മാറി. അവൻ്റെ ബുദ്ധിപൂർവമുള്ള പ്രവൃത്തി കൊണ്ട് ആ ഒരു സ്ഥലത്തുള്ള എല്ലാ ജീവികളെയും കുങ്കൻ വൂൾഫിൽ നിന്നും രക്ഷിച്ച നമ്മുടെ കിച്ചു റാബിറ്റ് ബിക്കെയിം എ ഹീറോ. ഓൾ ദി ആനിമൽസ് ബിക്കെയിം. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റോറിയിലെ ആക്ടിവിറ്റീസ് നോക്കാം. പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. സം ഈവൻസ് ആർ ഗിവൺ. ഈ താഴെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സ് നോക്കുക. കുറച്ച് ഈവൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. കുറച്ച് ഈവൻസ് ആർ ഗിവൺ. റൈറ്റ് ദ ഈവൻറ്റ് അണ്ടർ ഈച്ച് പിക്ചർ. ഇനി ഓരോ പിക്ചറിൻ്റെയും താഴെ ആ ഈവൻറ്റുകൾ എന്തൊക്കെയാണ്, ആ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതുക. കൂടാതെ ഒരു ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ, ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൂടി കൊടുക്കണം. ഓക്കെ, ലെറ്റ്സ് ഗിവ് ദ ടൈറ്റിൽ ആസ് പ്രിയാസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. നമുക്ക് ഇവിടുത്തെ ഈ ഫസ്റ്റ് ഈവൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ടുഡേ ഈസ് പ്രിയാസ് ഫസ്റ്റ് ഡേ ഇൻ എ ന്യൂ സ്കൂൾ. പ്രിയാസ് മോം ഡ്രോപ്സ് ഹർ അറ്റ് സ്കൂൾ. പ്രിയയുടെ മദർ പ്രിയനെ ന്യൂ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കുകയാണ്. ഫസ്റ്റ് ഡേ, പ്രിയയുടെ പുതിയൊരു സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. സോ നമുക്ക് ഇതിന് പ്രിയാസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ എന്ന് ടൈറ്റിൽ കൊടുക്കാം. മിസ് നീന ഇൻട്രൊഡ്യൂസസ് പ്രിയ ടു ഹർ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ മിസ് നീന, ഇതൊരു ക്ലാസ് റൂമാണ്. സെക്കൻഡ് പിക്ചറിൽ ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിൽ മിസ് നീന ഇൻട്രൊഡ്യൂസസ് പ്രിയ ടു ഹർ ക്ലാസ്മേറ്റ്സ്. പ്രിയയെ അവളുടെ ക്ലാസ്മേറ്റ്സിന് നീന മിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് പിക്ചർ നമുക്ക് പിക്ചറാണ് തന്നിട്ടുള്ളത്. ബാക്കി സ്റ്റോറി നമ്മൾ സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ്. നമുക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാവും. പ്രിയ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ഇൻ ദ ക്ലാസ്. പ്രിയ ക്ലാസ്സിലെ കൂട്ടുകാരിയുമായിട്ട് വർത്താനം പറയാനല്ലേ. പ്രിയ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ഇൻ ദ ക്ലാസ്. പ്രിയയ്ക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി ക്ലാസ്സിൽ. ഇനി പ്രിയയുടെ ഫ്രണ്ട് അടുത്ത പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ഷീ ഹെൽപ്സ് പ്രിയ ടു ടേക്ക് ഹർ ഫുഡ്. പ്രിയയുടെ ഫുഡ് കഴിക്കാൻ പ്രിയനെ സഹായിക്കുന്നത് പ്രിയയുടെ ഫ്രണ്ടാണ്. പ്രിയയുടെ നല്ലൊരു ഫ്രണ്ടിനെയാണ് കിട്ടിയിട്ടുള്ളത്. സോ പ്രിയാസ് ഫ്രണ്ട് ഹെൽപ്സ് ഹർ ടു ടേക്ക് ഹർ ഫുഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് പിക്ചർ നോക്കുമ്പോൾ പ്രിയയും ഫ്രണ്ടും കൂടെ ടോയ്ലറ്റിൻ്റെ മുന്നിലാണ്. പ്രിയയുടെ ഫ്രണ്ട് നല്ലൊരു ഫ്രണ്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ പ്രിയാസ് ഫ്രണ്ട് ഹെൽപ്സ് ഹർ ടു ഗോ ടു ടോയ്ലറ്റ്. ടോയ്ലറ്റിലേക്ക് പോവാൻ പ്രിയനെ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഈ പിക്ചറിലുള്ളത്. ഇനി നെക്സ്റ്റ് പിക്ചറിൽ ഷീ ടേക്സ് പ്രിയ ടു പ്ലേ ബാസ്കറ്റ് ബോൾ. അങ്ങനെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി പ്രിയനെ കൊണ്ടുപോകുന്നു. ആൻഡ് പാസസ് ദ ബോൾ ടു പ്രിയ. പ്രിയയ്ക്ക് ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി പ്രിയ ത്രോസ് ദ ബോൾ ഇൻ ടു ദി ഹൂപ്പ് ആൻഡ് സ്കോർസ് എ പോയിന്റ്. പ്രിയ ബാസ്കറ്റ് ബോൾ
കളിക്കുകയാണ്. അവനെന്ത് ചെയ്യുന്നു, ആ ബോൾ എടുത്തിട്ട് ആ ഹൂപ്പിലേക്ക്, ദിസ് ഈസ് ഹൂപ്പിലേക്ക് പാസ് ചെയ്യുന്നു, ത്രോ ചെയ്യുന്നു, എറിയുന്നു, ആൻഡ് സ്കോർസ് എ പോയിന്റ്, ഒരു പോയിന്റ് നേടുന്നു. അപ്പോൾ ഇതിന് സമ്മാനം കൊടുക്കുന്ന പിക്ചറാണ് നെക്സ്റ്റ്. ദ പ്രിൻസിപ്പൽ അപ്രീഷിയേറ്റ്സ് പ്രിയ ബൈ ഗിവിങ് എൻ അവാർഡ്. ഒരു അവാർഡ് കൊടുത്തുകൊണ്ട് പ്രിൻസിപ്പൽ പ്രിയയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് ഇതിലെ ഈവൻറ്റ്സ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പിക്ചർ സ്റ്റോറിയാണ്. പിക്ചർ സ്റ്റോറി കാർഡിന് ജസ്റ്റ് ഒന്ന് എന്താണ് അതിൽ സംഭവിക്കുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പിക്ചർ സ്റ്റോറി. ഇനി ഈ സ്റ്റോറിയിലെ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ലെറ്റ്സ് പ്ലേ വിത്ത് ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് ഗെയിമാണ്. ഹിയർ ഇസ് എ വേർഡ് ഗ്രിഡ്. ഇവിടെ ഒരു വേർഡ് ഗ്രിഡ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് എ വേർഡ് ഗ്രിഡ്. ഇതിനകത്ത് ഒരുപാട് വാക്കുകൾ ഇറ്റ്സ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വാട്ട് വേർഡ്സ് ക്യാൻ യു മേക്ക് ഫ്രം എ ഗ്രിഡ്? എന്ത് വേർഡാണ് ഈ ഗ്രിഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? ആൻ എക്സാമ്പിൾ ഈസ് ഗിവൺ ഫോർ യു. നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിഫോം, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, യൂണിഫോം അല്ലേ? ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു വേർഡ് കിട്ടി, അതാണ് യൂണിഫോം. ഐഡൻറ്റിഫൈ അതർ വേർഡ്സ് ആൻഡ് സർക്കിൾ ദം. അധികം വേറെ വേർഡ്സ്, അതർ വേർഡ്സ്, മറ്റ് വേർഡ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, തിരഞ്ഞെടുത്ത് മനസ്സിലാക്കുക, കണ്ടുപിടിക്കുക, എന്നിട്ട് സർക്കിൾ ചെയ്യുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വേർഡ്സ് ഉള്ളതെന്ന്. ഇവിടെ സിമ്പിൾ, ഇവിടെ ഒരു വേർഡ് ഉണ്ട്, ദിസ് ഈസ് സിമ്പിൾ, സിമ്പിൾ എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് വേർഡ് പ്രൊട്ടക്റ്റ്. ഹിയർ ദ നെക്സ്റ്റ് വേർഡ് പ്രൊട്ടക്റ്റ്. ഇനി നെക്സ്റ്റ് റെസ്പെക്റ്റ്. ഹിയർ റെസ്പെക്റ്റ്. ഇനി നെക്സ്റ്റ് വേർഡ് നമുക്ക് കിട്ടും ഹീറോ. ഹീറോ. ദെൻ നെക്സ്റ്റ് വേർഡ് ഗ്ലോറി. ഹിയർ വി ഗെറ്റ് ഗ്ലോറി. ആൻഡ് ദെൻ ഗഡ്സ്. ഗഡ്സ് ആൻഡ് ഗ്ലോറി നമ്മൾ കഴിഞ്ഞ പോമിൽ പഠിച്ചതാണ്, ഗഡ്സ് അല്ലേ? ഗഡ്സ് എന്ന വേർഡ്, ഗഡ്സ് ആൻഡ് ഗ്ലോറി അല്ലേ? നോ ടോക്സ് ഓഫ് ഗഡ്സ് ആൻഡ് ഗ്ലോറി എന്ന് നമ്മൾ പഠിച്ചു, ആ വേർഡ്. ഇത്രയും വേർഡ്സാണ് ഇതിലുള്ളത്. ഗ്ലോറി, കോർണർ, റെസ്പെക്റ്റ്, ഫിയർ, പ്രൊട്ടക്റ്റ്, ഐഡിയ, ഡിവോഷൻ, ഹീറോ. ഇത്രയും വേർഡ്സാണ് ഇതിലുള്ളത്. കുറച്ച് നമ്മളിതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു യൂണിറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.